എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കാരണം മറ്റൊന്നല്ല, സുഹൃത്താണ് റിൻസൻ ടാറ്റയുടെ 210 ചേസ് ബിഗ് ഡാഡി അല്ലേ, ബിഗ് ഡാഡിയുടെ ആ ചേസ് ഇന്ന് ഓടിച്ചു നോക്കാനുള്ള ഒരു അവസരം തന്നു. ഒരു കാർ ഓടിക്കണ ഫീലാട്ടാ ഈ ബസ്സിൻ്റെ ചേസ് ഓടിക്കണേ. ഇത്രയും കംഫർട്ടായി ഈ 2 പേരിലോട് സിമ്പിളായിട്ട് ഗിയർ ചേഞ്ച് ചെയ്യുക, ഭയങ്കര ഒരു ഫീല്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഴയ കാലത്ത് അംബാസഡർ കാറൊക്കെ ഓടിക്കുമ്പോൾ നമുക്കൊരു ഫീലില്ലേ, അതേ ഫീലിലാണ് നമ്മളിപ്പോൾ ഇത് കൊണ്ട് ഓടിച്ചുകൊണ്ടിരിക്കണേ. ഇപ്പോൾ സുഹിതറിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ 2 ടൺ വീൽ ബേസിൽ എല്ലാതരം വാഹനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. കോമ്പറ്റീഷനിലുള്ള എല്ലാ വേരിയൻസും ചേട്ടൻ യൂസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് 2 ടൺ വീൽ ബേസിൽ നമ്മൾ ഈ വണ്ടി കൊണ്ടുവന്നേക്കണത്. 6 വർഷമായി. അതായത് BS6 നമുക്ക് വാഹനം വന്നത് ഇപ്പോഴാണ്. BS4 നമുക്ക് 15 എന്നുള്ള വാഹനം ഉണ്ടായിരുന്നു. അപ്പോൾ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ BS6 നമ്മളുടെ 2 ടൺ വീൽ ബേസ് ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരു 500+ വാഹനങ്ങൾ, ശരിക്കും പറഞ്ഞാൽ 6 സിലിണ്ടർ വാഹനങ്ങൾ 13.5 മീറ്ററിലും 12 മീറ്ററിലും ഒക്കെ ആയിട്ട് സൗത്ത് ഇന്ത്യയിൽ മാത്രം വണ്ടികൾ ഓടുന്നുണ്ട്. പക്ഷെ 2 ടണ്ണിൽ നമുക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 2 ടണ്ണിൽ ഞങ്ങൾ വണ്ടി കൊണ്ടുവന്നപ്പോൾ ആദ്യം ഓടിക്കാൻ, അതായത് ഇത്രയും വലിയൊരു ട്രയൽ ഓടിക്കാൻ തന്നത് സുഹിതറിൻ്റെ അടുത്താണ്. അത് കാരണം സുഹിതറിന് തരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെഗ്മെന്റിൽ കോമ്പറ്റീഷൻ എല്ലാ വാഹനങ്ങളും സുഹിതരൻ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ 5-8 വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും ഫീഡ്ബാക്ക് ഏറ്റവും മികച്ചത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് തന്നെ വരണം. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഈ 6 വർഷത്തിന് ശേഷം നിങ്ങളുടെ ബിഗ് ഡാഡിക്ക് ഒരു കൺഗ്രാജുലേഷൻ തരികയാണ്. കാരണം ഈ 49 സീറ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നതാണ് ട്രെൻഡ്. ഈ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വണ്ടികളുടെ ഫാനായിട്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ നല്ല നല്ല വണ്ടികൾ ഓടിക്കാൻ, അല്ലെങ്കിൽ മീൻസ് അവർക്ക് ഓട്ടം പോകാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു തീരുമാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒരു കോമ്പറ്റീഷനെ പറ്റി സംസാരിച്ചല്ലോ. കോമ്പറ്റീഷനെ പറ്റി സംസാരിക്കുമ്പോൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡ് എന്ന് പറയുന്നത് കുട്ടികൾ ഹാപ്പിനെസ്സാണ് ആഗ്രഹിക്കുന്നത്. അവരെ സ്ട്രെസ് ചെയ്യുന്ന, അവർ പഠിക്കുന്ന അല്ലെങ്കിൽ അവരെ കായികം എല്ലാത്തിൽ നിന്നും സ്ട്രെസ് ചെയ്യുന്ന വർഷത്തിലാകെ ഒരു ദിവസമാണ് അവർ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. അത് 1 ഡേ ആവാം, 2 ഡേ ആവാം, 3 ഡേ ആവാം, 4 ഡേ ആവാം. അതിന് കൂടുതൽ പോകുന്ന ആളുകളുണ്ടാവാം. പക്ഷേ അറ്റ്ലീസ്റ്റ് 1 ഡേ ട്രിപ്പ് പോകുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ആ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു ആംബിയൻസ്, അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, വൈബ്, അത് കൊടുക്കുന്നത് തീർച്ചയായിട്ടും വണ്ടിയാണ്. അതൊന്നും വണ്ടിയാണ് എന്നുള്ളത് പല ആൾക്കാർക്ക് അറിയില്ല. കാരണം ഇത് യാത്ര ചെയ്യുന്ന സമയത്ത് കുത്തിക്കുലുക്കില്ലാതെ പോവുക, അതിന് എയർ സസ്പെൻഷൻ നമ്മൾ നന്നായി സപ്പോർട്ട് ചെയ്യും. ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടി ടോർക്ക് കുത്താതിരിക്കുക, കൂടുതൽ ഗിയർ ഷിഫ്റ്റിംഗ് ഒഴിവാക്കുക. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ വണ്ടിയിലത്തെ യാത്ര, കുത്തിക്കുലുങ്ങിലെ യാത്രകൾ അതൊക്കെ ഒഴിവാക്കുമ്പോൾ യാത്രേനെ വളരെ മനോഹരമാക്കണതിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് വണ്ടിയാണ്. അത് കഴിഞ്ഞാൽ ആ വണ്ടി തന്നെയാണ് അടുത്ത സപ്പോർട്ട് വരുന്നത്. ഈ വണ്ടിയിൽ കേട്ടുന്ന സൗണ്ട് കാര്യങ്ങളെല്ലാം സഹിക്കാനും താങ്ങാനും ശേഷിയുള്ള ഓൾട്ടർനേറ്റർ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ, ബാറ്ററി സെഗ്മെന്റുകൾ, AC ആണെങ്കിൽ ACനെ ക്യാരി ചെയ്യാനും ആളുകളെ കൃത്യമായി കൊണ്ടു നടക്കാൻ A to Z പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെഷീൻ മെക്കാനിക് പോർഷനാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. പവർ, ടോർക്ക് എല്ലാതും. അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നല്ലൊരു വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ നിങ്ങൾ എങ്ങനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും വെല്ലുവിളികളുണ്ട്. ഇപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ, ടോർക്കിൻ്റെ ഒക്കെ ഈ ഒരു പെർഫോമൻസിന് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിലുള്ള വണ്ടികളെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു മാർക്കറ്റിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറേ കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ചേട്ടന് ഓടിച്ചപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ സെഗ്മെൻറ്റിൽ 925 Nm ടോർക്ക് എന്നുള്ള ഏറ്റവും പീക്ക് ടോർക്കാണ് നമ്മൾ ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ
തീർച്ചയായിട്ടും അതിന് പറ്റിയ ഗിയർ ബോക്സ് 950 ടാറ്റ 950 ഗിയർ ബോക്സ് ആണ് കൊടുത്തേക്കുന്നത് വിത്ത് ഓവർ ഡ്രൈവ്. അപ്പോൾ അതായത് നമുക്കൊരു ഹില്ലി ടെറൈനിൽ ഇപ്പോൾ മെയിനായിട്ട് മൂന്നാർ ഹിൽ സ്റ്റേഷനിലൊക്കെ എനിക്കുള്ള കൂടുതൽ ഓട്ടങ്ങൾ ഇങ്ങനെ പോകുന്നത്. അങ്ങനെയുള്ള ഹില്ലി ഏരിയയിലായാലും പ്ലെയിൻ ഏരിയസിലായാലും നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് വളരെ കുറയ്ക്കാൻ പറ്റും. അതായത് നമുക്ക് ഒരു 50 അതായത് ഒരു കയറ്റം കയറുകയാണ്, ഒരു തേർഡിൽ കയറുന്ന കയറ്റമാണെന്നുണ്ടെങ്കിൽ 4th-ലോ 5th-ലോ നമുക്ക് കയറാവുന്ന രീതിയിൽ ഉള്ള പവർ ടെറൈൻ നമ്മൾ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അല്ല അത് വേണ്ട, തേർഡിൽ കയറുന്ന കയറ്റം തേർഡിൽ തന്നെ കയറിയാൽ മതി. Okay. കാരണം നമ്മുടെ ഒരു മലക്കപ്പാറ ഒരു ആക്സിഡന്റ് ഓർമ്മയുണ്ടാവും. ഓ, അത് ഈ ഗിയർ ഷിഫ്റ്റിംഗ് പ്രോപ്പറായിട്ട് ഡൗൺ ചെയ്യാത്തതുകൊണ്ടായ ആക്സിഡന്റ്. തീർച്ചയായിട്ടും വണ്ടിയുടേതായിട്ടുള്ള പെർഫോമൻസ് കാണിക്കുന്നത് വണ്ടി ഫ്ലാറ്റ് റോഡിലാണ്. ഹില്ലി ഏരിയയിൽ ഈ പറയുന്ന പോലെ ഷിഫ്റ്റിംഗ് കുറയ്ക്കാം, അതിനുള്ള വണ്ടി ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വണ്ടി കയറിപ്പോയിരിക്കും. പക്ഷേ അവിടെ നമ്മൾ പെർഫോമൻസ് അല്ല, വണ്ടിയുടെ സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. ആ വണ്ടി പെർഫെക്റ്റ് ആയിരിക്കും. എനിക്ക് അതേമാതിരി ഈ വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കാറിൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യണ പോലെ ഒരു ഫീൽ ചെയ്തു. അപ്പോൾ അതൊക്കെ ഡ്രൈവർമാർക്ക് കൂടുതൽ അവരെ കൈക്ക് ആയാസം കുറയ്ക്കും, അവർ ടയേർഡ്നെസ് അവരെ നന്നായി കുറയും. അപ്പോൾ അവർ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ നല്ല ഫ്രീ ആണ്, ഗിയർ ബോക്സ് നല്ല ഫ്രീ ഉണ്ട്, ഷിഫ്റ്റിംഗ് നല്ല ഷിഫ്റ്റിംഗ് ആണ്. പിന്നെ വണ്ടി ഓടിക്കാനായാലും പെർഫോമൻസ് നല്ലതാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ചേസുമേ കാണിക്കുന്ന പെർഫോമൻസ് അല്ല ബോഡി കയറി വരുമ്പോൾ. അതെന്താണെന്നുള്ളത് അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ബെറ്റർ ആണ്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് പോയിന്റ്സ് ഒന്നും ഞാൻ എന്തായാലും നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ, അന്ന് കുറച്ച് അവർക്കും കൂടി മനസ്സിലാകാനായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യണം. വേറെ ഒന്നുമല്ല, ഇപ്പം നമുക്കിതിൽ ഇപ്പോൾ സുധിട്ടൻ പറഞ്ഞ പോലെ എ സി ചെയ്യുമ്പോൾ നമ്മൾ ഡ്യുവൽ ഓൾട്ടർനേറ്റർ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ഓൾട്ടർ, അതായത് 100Hന്റെ ഡ്യുവൽ ഓൾട്ടർനേറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ സെഗ്മെന്റിൽ ആരും തന്നെ കൊടുക്കാത്തൊരു ഇതാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഇറങ്ങുന്ന എല്ലാ വണ്ടികളും സൂപ്പറാണ്, പക്ഷേ സർവീസ് സെഗ്മെന്റ് ആണ് ആ വണ്ടീനെ കുറച്ചും കൂടി ബ്രാൻഡാണ്. അപ്പോൾ സർവീസ് സെക്ഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ടാറ്റയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ ടാറ്റ ഒരു തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ 4 years 4 lakhs kilometers നമ്മൾ വാറണ്ടി വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് 80,000 ഫസ്റ്റ് സർവീസ് വരുന്നത്. പിന്നീട് വരുന്നത് എല്ലാവരും 1 lakh kilometer നമുക്ക് സർവീസ് ഇൻട്രോയിൽ വരുന്നുണ്ട്. വേറെ കേസ് പറയട്ടെ, ഈ 4 lakh 4 years എന്ന് പറയുന്നില്ലേ, നമ്മൾ സർവീസ് സെന്ററിൽ ഈ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ 4 years ആയിട്ട് നിങ്ങൾ തിരിച്ചതിന് കാര്യമില്ല. വണ്ടി തന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് വണ്ടികളാണ്, ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പല വണ്ടികളും, മീൻസ് ട്രാക്ക് എന്ന് വെച്ചാൽ റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന യാത്രക്കാരെ വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ അവർക്ക് വിത്തിൻ മിനിറ്റ്സിൽ നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ബ്രാൻഡാണ്. തീർച്ചയായിട്ടും അതിനുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ഇതോടൊപ്പം തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ, വണ്ടി ഇറങ്ങുന്നതിനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആളുകൾ ചോദിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളാണ്, ഇപ്പോൾ വണ്ടി എല്ലാവരും ചെയ്യുന്നത് 49 സീറ്റ് പ്രകാശ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു സംശയമാണ്, പ്രകാശിന് അപ്രൂവൽ ഉണ്ടോ, കൊട്ടേഷൻ കിട്ടുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലും നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് പോയിട്ട് അപ്രൂവൽ എടുക്കേണ്ട കാര്യമില്ല. ഓൾറെഡി പോപ്പുലർ മെഗാ മോട്ടോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് 49 സീറ്റിന് ചെയ്യാനായിട്ട്. നമ്മളുടെ ചേസ് ഉടനെ തന്നെ പ്രകാശിലേക്ക് നമ്മൾ തന്നെ വിടുവാണ്. നമ്മൾ തന്നെ അപ്രൂവൽ എടുക്കുവാണ്. നിങ്ങളുടെ ചേസ് ബുക്ക് ചെയ്താൽ മതി, അപ്രൂവൽ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ തന്നെ കൊടുക്കും, നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഓഫീസിൽ. ഉടനെ തന്നെ നമ്മളുടെ ചേസ് പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെ പോയിട്ടുണ്ടായിരുന്നു പ്രകാശിൽ. നമ്മൾ പോയിട്ട് അതിന്റെ അപ്രൂവൽസിന്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വണ്ടി നിങ്ങൾ കമ്പനി തന്നെ ചേസ് ബോഡി പ്രകാശിന് കെട്ടിക്കൊണ്ടുവരാണ്. അതാണ് ഇപ്പൊ നമ്മളുടെ. അതൊന്നും ഓടിക്കാൻ തരും? തീർച്ചയായിട്ടും ഓടി കെട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആദ്യം സുഹിത്തേട്ടൻ തന്നെ ഓടിക്കാൻ തരുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ അതും ഗോളടിച്ച് മേടിച്ചു. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്ന് നല്ലത്. കാരണം നല്ല നല്ല വാഹനങ്ങൾ റോഡിൽ ഇറങ്ങുമ്പോഴാണ് സാധാരണക്കാരായ ആളുകൾക്ക് മൈലേജാണ് എല്ലാവരും വിഷയം. കാരണം ഡീസലിൻ്റെ റേറ്റ് നന്നായി കയറി പോകുമ്പോൾ മൈലേജ് എന്നുള്ളൊരു പോർഷൻ വെച്ചിട്ടാണ് നമുക്ക് കസ്റ്റമേഴ്സിന് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മൈലേജുള്ള വാഹനങ്ങൾ ഇറക്കാൻ എല്ലാ കമ്പനികളും സാധിക്കട്ടെ. അവരുടെ പുതിയ ബോഡി എല്ലാം കെട്ടി വന്നതിന് ശേഷം തീർച്ചയായിട്ടും നമ്മളത് ഓടിച്ച് പ്രാക്ടീസ് നോക്കി നമ്മൾ അതിൻ്റെ ഒരു റിവ്യൂ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും. ഇത് പാർട്ട് 1 ആണെങ്കിൽ പാർട്ട് 2 വന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം റിവ്യൂ. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ എന്തായാലും സുഹിത്തേട്ടൻ ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ വന്നു ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സുഹിത്തേട്ടൻ. ഓക്കെ, വെൽക്കം. അപ്പോൾ എല്ലാവർക്കും ബൈ.